തീർച്ചയായിട്ടും ഇപ്പോൾ ജനം അറിയുന്നു എത്ര മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് കിട്ടാതെ കിടക്കുന്നത്. അഴിമതി, ഇല്ലായ്മ, വല്ലായ്മ, ഇതാണ്. അപ്പോൾ സാധാരണ ജനങ്ങൾക്കറിയാം ഈ പിണറായി ഭരണം ഒരു വൻ പരാജയമാണെന്ന്. ബംഗാളിൻ്റെ അടുപ്പ് പുകയണമെങ്കിൽ ബംഗാളി പിള്ളേരെ ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് പണിയെടുക്കണം. അത്ര കെടുകാര്യസ്ഥത. അതായത് ആ ഫണ്ട് മുഴുവൻ ഇതൊക്കെയാണ് CAG പറയുന്നത്. വക മാറ്റുന്നു. താൻ പറയുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരെ മന്ത്രിമാരുടെ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നു. നടന്നു പോകുന്നതൊക്കെ മഹാ അപരാധമല്ലേ? ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ്. അന്ന് ഭരണത്തിൽ കയറാനുണ്ടായ 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണുമായിരുന്നു. മന്ത്രിമാരുടെ ശൗര്യം കാണണം. ചില മന്ത്രിമാർ ശൗര്യപ്രകടനം നടത്തുന്നത് ഞാൻ ചാനലുകളിലും ഒക്കെ കാണാറുണ്ട്. PR വർക്കിലെ പിണറായി സർക്കാർ മറ്റെല്ലാ കേന്ദ്ര ഗവൺമെൻറ്റിനെ പോലും വെട്ടിക്കത്തക്ക മിടുക്കിലാണ് PR വർക്കിൽ. നമസ്കാരം. ഡോക്ടർ മേരി ജോർജ് ആണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. സാമ്പത്തിക വിദഗ്ധയാണ്. മാഡം, ഷോയിലേക്ക് സ്വാഗതം. പിണറായി സർക്കാരിൻ്റെ ദുർഭരണം മൂലം ധനപ്രതിസന്ധി ഇന്ന് കേരളം എങ്ങോട്ട് എത്തിച്ചിരിക്കുകയാണ്? ഇദ്ദേഹം 2016 ആദ്യ LDF ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഭരണത്തിലേറിയ ദിവസം അദ്ദേഹം സ്വെയറിംഗ് ഇൻ കഴിഞ്ഞ് പ്രസംഗത്തിൽ ആദ്യം പറഞ്ഞ ഒരു സെൻറ്റൻസ് ഞാൻ ഓർക്കുകയാണ്. കാര്യക്ഷമതയ്ക്ക് മാർക്കിട്ടുകൊണ്ട് എൻ്റെ ഭരണം മുൻപോട്ട് പോകും എന്നായിരുന്നു അദ്ദേഹം കേരളത്തിലെ ജനതയോട് ഉറപ്പ് പറഞ്ഞത്. പക്ഷേ ആ ഭരണകാലത്ത് തന്നെ കാര്യക്ഷമത ഇല്ലായ്മയുടെ മുഖമായി മാറി പിണറായി സർക്കാർ ഗവൺമെൻറ്. അത് കഴിഞ്ഞ് 2ാം ഭരണം വന്നു. 2ാം ഭരണം വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ആദ്യ ഭരണം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരെ പാടെ മാറ്റിക്കളഞ്ഞ് തൻ്റെ ഇംഗിതപ്രകാരം താൻ പറയുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരെ മന്ത്രിമാരുടെ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കാര്യക്ഷമത വേണ്ട എന്ന് തീർപ്പ് കൽപ്പിക്കുന്ന തരത്തിലാണ് 2ാം ഭരണം തുടങ്ങിയത് തന്നെ. ഇനി 2ാം ഭരണം തുടങ്ങിയതിന് ശേഷം എന്ത് സംഭവിച്ചു? ഭരണത്തിലേറി അധികം താമസിക്കുന്നതിന് മുൻപ് തന്നെ എന്താണ് സംഭവിച്ചത്? ഈ കഴിഞ്ഞ വർഷം, അതായത് 2024 ലോകസഭാ ഇലക്ഷൻ വരുന്നു. ലോകസഭാ ഇലക്ഷൻ വരുന്നതിന് മുൻപ് തന്നെ പിണറായി സർക്കാർ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തു എന്ന് വരുത്തി തീർക്കേണ്ട PR വർക്ക്, ആ PR വർക്ക് താനും തൻ്റെ സഹചാരികളും കൂടി നാടുനീളെ നടക്കണം. അതുപോലെ തന്നെ കേരളീയം പോലെയുള്ള മാമാങ്കങ്ങൾ നടത്തി അതിലൂടെയും ഇത് പുറത്തു കൊണ്ടുവരണം എന്ന് കരുതിയാണ് കേരളീയത്തിന് തീരുമാനമെടുക്കുന്നത്. അങ്ങനെ കേരളീയത്തിന് എങ്ങനെ ഫണ്ട് കണ്ടെത്തും? അപ്പോൾ ഫണ്ട് കണ്ടെത്തുന്നത് കേരളീയത്തിന് മാത്രമല്ല, മറ്റു പല ദുരുദ്ദേശങ്ങളും കാണുമെന്ന് ഓർക്കുക. കാരണം സ്വർണ്ണ കള്ളക്കടത്ത് പോലെ പല കാര്യങ്ങളും അപ്പോൾ PRD വകുപ്പിന് തീയിട്ടതുപോലെയുള്ള കാരണങ്ങൾ പോലും നാം കണ്ടതാണ്. PRD വകുപ്പിന് ചരിത്രത്തിൽ ആദ്യമായി തീ വീഴണമെങ്കിൽ എന്തൊക്കെയോ കത്തിച്ചു കളയാൻ വേണ്ടി മനഃപൂർവ്വമായി തീയിട്ടതാണ് എന്നതിന് സംശയമില്ല. അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഇടപെടുകയാണ്. അതുപോലെ തന്നെയാണ് ഈ 2ാം സർക്കാർ വന്നതിന് ശേഷം മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള മന്ത്രിമാരെയും അതുപോലെ തന്നെ ഒരുപാട് പരിപാടികളും അവതരിപ്പിച്ചു. അതായത് നവകേരള, അതുപോലെ അങ്ങനെ ആ ബസ്സിൻ്റെയൊക്കെ അവസ്ഥ ഇപ്പം വളരെ മോശമാണ്. കേരളീയം കൊണ്ടുവന്നപ്പോൾ സ്പോൺസർഷിപ്പ് വഴി കോടികൾ പിരിച്ചെടുക്കുക, അങ്ങനെ പിരിച്ചെടുത്തു. 11 കോടിയിലധികത്തിൻ്റെ കണക്കേ വെളിച്ചത്ത് വന്നിട്ടുള്ളൂ. വെളിച്ചത്ത് വരാതെ എവിടെയൊക്കെ പോയി, ഏതൊക്കെ പുലിമടയിലേക്ക് ആ ഫണ്ട് പോയി? PRDയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് സ്പോൺസർഷിപ്പ് വഴി വന്ന ഫണ്ട് പോയത്. അപ്പോൾ അത് മുഴുവനും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ചോദിച്ചപ്പോൾ പോലും പറഞ്ഞിട്ടുണ്ട് എന്ന് കേരളത്തിലെ മലയാളികൾ വിശ്വസിക്കുന്നില്ല. അതാണ് അവസ്ഥ. ഇനി താങ്കൾ ചോദിച്ച ആ ബസ്സിൻ്റെ കാര്യം, 1,05,00,000 രൂപ ചെലവഴിച്ച് ബസ് വാങ്ങുന്നു, അതിന് മറ്റ് ചില മാറ്റങ്ങൾ വരുത്തുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നിരത്തിലോടുന്നത് എന്തിനു വേണ്ടിയാണ്? മന്ത്രിമാരും മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും കൂടി നവകേരള സദസ്സ് നടത്താൻ വേണ്ടി. അങ്ങനെ നവകേരള സദസ്സ് നടത്തുമ്പോൾ ബാക്കി കാറുകൾ, അതായത് എല്ലാ 21 മന്ത്രിമാരുടെയും മറ്റു പരിവാരങ്ങളുടെയും കാറുകളൊക്കെ
നമ്മുടെ എന്താണ് സെക്രട്ടേറിയറ്റിൻ്റെ മുറ്റത്ത് വിശ്രമിക്കേണ്ടതല്ലേ? പക്ഷേ അതല്ല സംഭവിച്ചത്. ആ കാറുകളൊക്കെ ഈ ബസ്സിനെ അനുധാവനം ചെയ്യുന്നു. കാരണം ബസ് നിർത്തുന്നിടത്തു നിന്ന് ഈ ബഹുമാനപ്പെട്ട മന്ത്രിമാർക്കൊക്കെ അവിടെ ഇങ്ങോട്ടുമൊക്കെ പോകണമെങ്കിൽ നടന്നു പോകുന്നതൊക്കെ മഹാ അപരാധമല്ലേ? ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ്. അപ്പോൾ ഇവർ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തിനാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് ഇവരെ ആദ്യം ഭരണത്തിലേറ്റിയത്, രണ്ടാം ഊഴം കൊടുത്തത് എന്തിനാണ്? സദ്ഭരണം കാഴ്ചവെക്കാൻ വേണ്ടി. അതായത് 2018 പ്രളയത്തിൻ്റെ പ്രഹരങ്ങൾ അതൊന്നും തേച്ചു മായ്ച്ച് കളയാൻ ഒത്തിട്ടില്ല. അന്ന് വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസം പോലും ഇതുവരെ സാധ്യമായിട്ടില്ല. നശിച്ച റോഡുകളൊക്കെ ഇപ്പോഴും അങ്ങനെ കിടക്കുകയാണ്. റൂം ഫോർ റിവറിൻ്റെ മധുരം ആസ്വദിക്കുകയാണോ നമ്മുടെ കുട്ടനാട്ടുകാരെന്ന് ചോദിച്ചാൽ അവർ പിന്നെ നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും ഒക്കെ പ്രാകുന്നത്. അപ്പോൾ ആ തരത്തിലാണ്, അതായത് ജർമ്മൻ ബാങ്കിൽ നിന്നും ജപ്പാനിൽ നിന്നും ഒക്കെ വായ്പയായിട്ടെടുത്ത ഫണ്ട്, വേൾഡ് ബാങ്കിൽ നിന്നും ജർമ്മൻ ബാങ്കിൽ നിന്നും എടുത്ത വായ്പയായിട്ടെടുത്ത ഫണ്ട് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഫണ്ടൊക്കെ ചെലവഴിച്ച് കാണും. പക്ഷേ എവിടെ ചെലവഴിച്ചു, ഉദ്ദേശിച്ച കാര്യത്തിനാണോ ചെലവഴിച്ചത്, അതൊക്കെയാണ് നമുക്കറിയാൻ അവകാശമുള്ളത്. അതൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. അല്ലെങ്കിൽ അതൊക്കെ വകമാറ്റി ചെലവഴിച്ചു. അതാണ് CAG ഗവൺമെൻറ്റിനെതിരെ ഉയർത്തുന്ന ഏറ്റവും വലിയ ആരോപണമെന്നും കൂടി നമ്മൾ ഓർക്കണം. വകമാറ്റി ചെലവഴിക്കൽ, അങ്ങനെയൊക്കെ ചെലവഴിച്ചു പോയി. അപ്പോൾ ഇപ്പോഴും റൂം ഫോർ റിവറിൻ്റെ ഫണ്ട് വേണ്ട രീതിയിൽ പ്രയോഗിച്ചില്ല. അന്ന് വെള്ളപ്പൊക്കം മൂലം ഭവനം നഷ്ടപ്പെട്ടവരുടെ വീടുകൾ അവരുടെ പുനരധിവാസം വേണ്ട രീതിയിൽ ചെയ്തില്ല. അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഒന്നാം പിണറായി ഗവൺമെൻറ് തന്നെ വകമാറ്റലും കാര്യക്ഷമതയില്ലായ്മയിലും ഒക്കെ നീന്തി തുടിച്ചതിന് ശേഷമാണ് രണ്ടാം പിണറായി ഗവൺമെൻറ് വരുന്നത്. രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നപ്പോൾ തന്നെ പോയ കാലത്തെ പ്രതീക്ഷിച്ചത്ര ഒന്നും സമാഹരിക്കാൻ ഒത്തില്ല സ്വന്തം പോക്കറ്റുകളിലേക്ക്. അതുകൊണ്ട് ഒരു പുതിയ വിധിയാണ് കേരളീയം എന്ന് പറഞ്ഞു കൊണ്ടുവന്നത്. കേരളീയം കഴിഞ്ഞു, നവകേരള സദസ്സിന് വേണ്ടി ബസ് വാങ്ങുന്നു, അതിലൂടെ യാത്ര ചെയ്യുന്നു. അങ്ങനെ അപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? ജനം എന്തിനാണ് ഒരു ഗവൺമെൻറ്റിനെ ഭരണത്തിലേറ്റുന്നത്? അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഊരു ചുറ്റി നടക്കാൻ വേണ്ടിയല്ല. ഭരണസിരാ കേന്ദ്രത്തിലെ ബഹുകോടികൾ ചെലവഴിച്ച് സൃഷ്ടിച്ചിട്ടിരിക്കുന്ന സെക്രട്ടേറിയറ്റ്, അതിലെ ഓരോ വകുപ്പ്, ആ വകുപ്പുകളിൽ അതതിൻ്റെ മന്ത്രിമാരിരുന്ന് ഭരിക്കുക, അതതിൻ്റെ IAS ശ്രേഷ്ഠന്മാരുടെ വേണ്ടത്ര ഉത്തരവുകൾ കൊടുത്തുകൊണ്ട് അങ്ങനെ ഭരണം സുഗമമായി മുന്നോട്ട് പോകണം. ഇതാണ് ഉദ്ദേശിക്കുന്നത് ജനം. പക്ഷേ ആ ജനത്തിനെ വെറും നോക്കുകുത്തികളാക്കിക്കൊണ്ട് അവരെ അവഹേളിച്ചുകൊണ്ട് എന്താണ് ഗവൺമെൻറ് ചെയ്തത്? ആ നവകേരള സദസ്സിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് അവരുടെ ഫണ്ട് ചോദിച്ച് അവർ സ്വയമേവ റേസ് ചെയ്യുന്ന ഫണ്ട് അത് ചോദിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരവകാശവുമില്ല. എന്നിട്ട് പോലും ആ ഫണ്ട് അവരെ ഭീഷണിപ്പെടുത്തി ഒക്കെ കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് കൊടുക്കാൻ മടിച്ചപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി. പിന്നെ LDFൻ്റെ തന്നെ ആൾക്കാർ ഭരിക്കുന്നിടത്താണെങ്കിൽ അവർ മുട്ടുമടക്കി കൊടുക്കുകയും ചെയ്തു. ആ തരത്തിൽ അതുപോലെ എത്രയെത്ര സ്കൂളുകളുടെ മതിലുകൾ പൊളിച്ചു ഇവർക്ക് നവകേരള സദസ്സ് നടത്താൻ. ഒരുപാട് നിരവധി സ്കൂളുകളുടെ മതിൽ പൊളിച്ചു. നിരവധി ജനങ്ങൾക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയാണ് ഇവർ ഈ പ്രോഗ്രാം ചെയ്തത്. പക്ഷെ അതുകൊണ്ട് എന്താണ് ഉപയോഗം ഉണ്ടായത്? ഒരു പ്രയോജനവും ഉണ്ടായില്ല. ബസിന്റെ അവസ്ഥ ഇപ്പൊ എന്താണെന്ന് അറിയാം. ബസിന്റെ അവസ്ഥ ഇപ്പോൾ കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടേ വെച്ചാൽ ഒരു എന്തായിട്ട് കാണാൻ പറ്റും, ഒരു പഴയകാല ഓർമ്മ പുതുക്കൽ. അതായത് ഇതുപോലെയും ഗവൺമെന്റിന്റെ കാര്യക്ഷമത ഇല്ലായ്മയുടെയും അതായത് എന്താ പറയുക, പണം വെട്ടിക്കലിൻ്റെയും ഒരു ഉത്തമ ദൃഷ്ടാന്തമായി ജനങ്ങൾക്ക് അത് അങ്ങനെയൊക്കെ ഒരു കുറിപ്പും കൂടി എഴുതി വെക്കണം. ഇന്ന വർഷം ഇന്ന ഗവൺമെൻറ് നടത്തിയ പിടിപ്പുകേടിൻ്റെ കഥയാണ് ഈ ബസ്സിന് പറയാനുള്ളത് എന്ന് പറഞ്ഞ് അതും കൂടി എഴുതി വെക്കണം. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ആ മാസങ്ങളിലൊന്നും, അതായത് സത്യം പറഞ്ഞാൽ 2023 ഭരണം നടന്നിട്ടില്ല. 2023, 21, 22 വർഷം അതായത് കോവിഡിൻ്റെ ബുദ്ധിമുട്ടുകളായിരുന്നു. 22, 23 ധനവർഷത്തിലാണ് ഈ ഭരണമില്ലാതെ കേരളീയവും മറ്റ് ചടങ്ങുകളുമായിട്ട് നടന്നത്. അങ്ങനെ അവസാനം കേരളം എവിടെ ചെന്നെത്തി?
കടക്കണിയുടെ വക്കിലോളം ചെന്നെത്തിയിരിക്കുകയാണ്. കടക്കണിയുടെ വക്കിലോളം ചെന്നെത്തിയെന്ന് പറഞ്ഞാൽ ഈ അടുത്ത ദിവസം, അതായത് ഗവൺമെൻറ്റിൻ്റെ കണക്കുകൾ, ബജറ്റ് ബ്രീഫ് എന്ന ഡോക്യുമെൻ്റ് എടുത്താൽ നമുക്ക് ആ കണക്കുകളെല്ലാം കിട്ടും. പക്ഷേ അതിനേക്കാൾ ഉപരി അതിനെ വിമർശന ബുദ്ധിയോടെ നോക്കുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുടെ കണക്കുകൾ എടുക്കുക. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 31-ാം തീയതി, അതായത് 2023 മാർച്ച് 31-ാം തീയതി പുറപ്പെടുവിച്ച അവരുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട്, അതിൻ്റെ റവന്യൂ സെക്ടർ, അതിലെന്താണ് പറയുന്നത് എന്ന് മിസ്റ്റർ ശരത്ത് ഒന്ന് നോക്കണം. അതായത് 41.41 ലക്ഷം കോടിയായിരിക്കുന്നു കേരളത്തിൻ്റെ കടം. അതായത് ഏറ്റവും വലിയ കടക്കിണിയിലുള്ള സംസ്ഥാനമായി, കടക്കിണിയിലേക്കായിട്ടില്ല, കടത്തിലുള്ള സംസ്ഥാനമായി എപ്പോൾ വേണമെങ്കിലും കടക്കിണിയിലേക്ക് പോകാം എന്ന ഒരവസ്ഥയിലാണ് കേരള സംസ്ഥാനം എത്തിപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങളുണ്ട്, അവരിതൊന്നും ശ്രദ്ധിക്കത്തില്ല. അവർ ജോലി, കാര്യങ്ങൾ, ദിവസക്കൂലി, തിരക്ക്, ഇതിൻ്റെ പിറകെ പോവും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ല. പ്രളയം വന്നതിന് ശേഷമാണ് അടുത്ത ഭരണത്തിലേറി. അന്ന് എങ്ങനെ ഭരണത്തിൽ കയറി എന്ന് ശരത്ത് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ അത് ആലോചിച്ചിട്ടുണ്ടോ? അന്ന് ഭരണത്തിൽ കയറാനുണ്ടായ 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണുമായിരുന്നു. അതായത് സാധാരണക്കാർക്ക് പട്ടിണിയില്ലാതെ കമ്മ്യൂണിറ്റി കിച്ചൺ വഴിയായിട്ട് ആഹാരം കൊടുത്തു. അത് കുടുംബശ്രീകളെ ഉപയോഗിച്ചാണ്. ഓർക്കണം, 20,000 കോടി കോവിഡിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു ആ പ്രാവശ്യം ബജറ്റിൽ. അങ്ങനെ മാറ്റിവെച്ചതിൽ അതായത് 16,000 കോടിയോളം കോൺട്രാക്ടേഴ്സിന് കുടിശ്ശികയുണ്ടായിരുന്നു. അവർക്കൊന്നും ഒരു പൈസ പോലും കൊടുത്തില്ല. പക്ഷേ അതേ സമയത്ത് 4,500 കോടിയോളം രൂപ കുടുംബശ്രീകൾക്കായിട്ട് മാറ്റിവെച്ചു. എന്തിനാണ്? കുടുംബശ്രീകളെ കൊണ്ടാണ് ഈ കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തിച്ചത്. അങ്ങനെ കാര്യക്ഷമമായി കേരളത്തിൽ എല്ലായിടത്തും കുടുംബശ്രീകൾ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നവരാണ്. അവരെ പ്രയോജനപ്പെടുത്തി ശക്തമായ രീതിയിൽ കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തി. അപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ പെട്ടുപോയവരുണ്ട്, അവർക്കും കിട്ടി, ഇവിടെയുള്ളവർക്കും കിട്ടി. കമ്മ്യൂണിറ്റി കിച്ചൺ വഴി സുഭിക്ഷമായിട്ട് ആഹാരം. അതുപോലെ തന്നെയാണ് കിറ്റ് കൊടുത്തത്. ഇതിൻ്റെയൊക്കെ ആർക്കാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഗുണം? ഇതൊക്കെ ആരാണ് ചെയ്തത് ഈ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി? 2013 അതായത് UPA 2ാം ഗവൺമെൻറ് 2013 കൊണ്ടുവന്ന ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ഭക്ഷ്യസുരക്ഷാ നിയമം, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്റ്റാണ്. ഭക്ഷണം ഇന്ത്യക്കാരൻ്റെ ജന്മാവകാശമാക്കി മാറ്റുന്ന ആക്റ്റാണ് ഈ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് മിസ്റ്റർ ശരത്ത് നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങൾ കേൾക്കണം. എന്തൊക്കെയാണ്? 5 തരം പയറുവർഗ്ഗങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ, ആട്ട, അതുപോലെ തന്നെ ഭക്ഷ്യ എണ്ണ, പഞ്ചസാര, ഇത്രയും ഉൽപ്പന്നങ്ങൾ താഴെ തട്ടിലുള്ള 68% ജനങ്ങൾക്ക് എത്തിച്ചിരിക്കണം. ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടായാൽ, അപ്പോൾ അവർക്ക് ആരുടെയും കയ്യിൽ പൈസയില്ല, അപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ ഇത്തരം സാധനങ്ങൾ അത്തരം ഘട്ടത്തിൽ എത്തിക്കുക. ആ നിയമത്തിൻ്റെ ബലത്തിലാണ് അത് BJP ഗവൺമെൻറ് അത് നടപ്പാക്കാൻ അവർക്കും ബാധ്യതയുണ്ട്. അങ്ങനെ നടപ്പാക്കിയത് കൊണ്ട് കേരളത്തിലേക്ക് ഇഷ്ടം പോലെ ഇപ്പറയപ്പെട്ട സാധനങ്ങൾ വന്നു. അങ്ങനെ ഒരു പൈസയും ചെലവഴിക്കാതെ കിച്ചണും കമ്മ്യൂണിറ്റി കിച്ചണും കിറ്റും കൊടുക്കാൻ പിണറായി ഗവൺമെൻറ്റിന് കഴിഞ്ഞു. എന്നിട്ട് അവരുടെ PR വർക്കിൽ പിണറായി സർക്കാർ മറ്റെല്ലാ കേന്ദ്ര ഗവൺമെൻറ്റിനെ പോലും വെട്ടിക്കത്തക്ക മിടുക്കിലാണ് PR വർക്കിൽ. ആ PR വർക്ക് ഈ അടുത്തിടെയൊക്കെ പത്രത്തിൽ വന്നതാണ്, നമുക്കറിയാം. ആ PR വർക്ക് വഴിയായിട്ട് ഇതൊക്കെ എൻ്റെ പോക്കറ്റിൽ നിന്ന്, പിണറായി സർക്കാരിൻ്റെ പോക്കറ്റിൽ നിന്ന് വരുന്നതാണ്. ഇത് കേന്ദ്രത്തിൽ നിന്നോ UPA ഗവൺമെൻറ്റിൻ്റെ ഫുഡ് സെക്യൂരിറ്റി ആക്ട് കൊണ്ടോ അല്ല, എൻ്റെ മിടുക്ക് കൊണ്ട് നടത്തുകയാണ് എന്ന് വരുത്തി തീർത്തു. അങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ചു, അവർ വിശ്വസിച്ച് വോട്ട് ചെയ്തു. അങ്ങനെയാണ് ഭരണത്തിൽ വന്നത്. നേരത്തെ ശരത്ത് ചോദിച്ചില്ലേ, പക്ഷേ ജനം ഇത് വല്ലതും ഈ കേരളീയം നടത്തിയതിൻ്റെ ദൂർത്തോ അല്ലെങ്കിൽ സംസ്ഥാന ഖജനാവ് കാലിയാകുന്നത് ഇത് വല്ലതും ജനം അറിയുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചില്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ജനം അറിയുന്നു. എത്ര മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് കിട്ടാതെ കിടക്കുന്നത്. ഇപ്പോൾ കേട്ടോ, പെരിട്ടോണിയൽ ഡയാലിസിസ് ഗവൺമെൻറ്, അതായത് കാരുണ്യ ബെനവളൻ സ്കീം വച്ച്, അതായത് നമ്മുടെ മരിച്ചുപോയ മന്ത്രിയുടെ, ബഹുമാനപ്പെട്ട ധനമന്ത്രിയായിരുന്ന മാണി സാറിൻ്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതിയാണ് കാരുണ്യ
കാരുണ്യ ലോട്ടറി, അതുമായിട്ട് ബന്ധപ്പെട്ട് കാരുണ്യ ആരോഗ്യ പദ്ധതി. ആ ആരോഗ്യ പദ്ധതിയിലൂടെ പണം കൊടുത്തിരുന്നവരാണ് ഡയാലിസിസിന് വേണ്ട പണം, ഹാർട്ട് ഡിസീസിന് വേണ്ടത്, ലിവറിന് വേണ്ടത്, അങ്ങനെ വലിയ മാരകമായ 4-5 രോഗങ്ങൾക്ക് എല്ലാ തരം പിന്തുണയും കൊടുത്തിരുന്ന പദ്ധതിയായിരുന്നു. ആ പദ്ധതി പോലും അവതാളത്തിലായി. ഇപ്പോൾ ആശുപത്രികളൊക്കെ അതിൽ നിന്ന് പിന്മാറുകയാണ്. നമ്മുടെ മെഡിക്കൽ കോളേജുകൾ എങ്ങനെ കിടക്കുന്നു ശരത്? കഴിഞ്ഞ പ്രാവശ്യം SIT ഹോസ്പിറ്റലിൽ ഉണ്ടായ അവസ്ഥ നമ്മൾ കണ്ടു. മെയിൻ്റനൻസ് ഓപ്പറേഷൻ നടക്കാത്തത് കൊണ്ട്, വർഷങ്ങളായി നടത്താത്തത് കൊണ്ടാണ് ഈ കറണ്ട് പോയതും, അതായത് ന്യൂ ബോൺ ബേബീസ് വരെ ഇരുട്ടിൽ കിടക്കേണ്ടി വന്നതും. അതാണ് അവസ്ഥ. അത്ര സീരിയസ് ആയിട്ടുള്ള ഓപ്പറേഷൻ നടക്കുന്ന സ്ഥലമാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിച്ചത് ആ ഒരു സർക്കാരിൻ്റെ പിടിപ്പുകേട് മാത്രമാണ്. സർക്കാരിൻ്റെ പിടിപ്പുകേട്, പണമില്ലായ്മ. ഉള്ള പണം മുഴുവനും വകമാറ്റി ചെലവഴിക്കുന്നു. CAGക്ക് സ്തുതി. കാരണം CAG ആണ് ഈ വകമാറ്റലിനെ നേരെ വിരൽ ചൂണ്ടുന്നത്. സത്യം പറഞ്ഞാൽ ആരോഗ്യവകുപ്പ് എന്തിനാണെന്ന് പോലും ഒരു പിടുത്തവും കിട്ടുന്നില്ല. അങ്ങനെ ജനം ചോദിക്കും. കാരണം കയ്യുറ, മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗി തന്നെ കയ്യുറ വാങ്ങിച്ചുകൊണ്ട് കൊടുത്താലേ ഒരു പരിശോധന നടത്തണമെങ്കിൽ, ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിലെങ്കിലും പരിശോധന നടത്തണമെങ്കിൽ കയ്യുറ ആവശ്യമായിട്ട് വരും ഡോക്ടേഴ്സിന്. ആ പരിശോധന നടത്തണമെങ്കിൽ കയ്യുറ പോലും രോഗികൾ കൊണ്ടേ കൊടുക്കേണ്ട അവസ്ഥ. പെരിട്ടോണിയൽ ഡയാലിസിസ് നടത്തിയില്ലെങ്കിൽ രോഗി മരിച്ചു പോകും. അത്തരം ഡയാലിസിസ് നടത്താൻ പോലും പണം കൊടുക്കാതിരിക്കുക, മരുന്ന് കൊടുക്കാതിരിക്കുക, ഇങ്ങനെ പോകുന്നു മെഡിക്കൽ കോളേജുകളുമായിട്ട്, ആരോഗ്യരംഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പം സമസ്ത മേഖലകളിലും അഴിമതി, ഇല്ലായ്മ, വല്ലായ്മ, ഇതാണ്. അപ്പോൾ സാധാരണ ജനങ്ങൾക്കറിയാം ഈ പിണറായി ഭരണം ഒരു വൻ പരാജയമാണെന്ന്. അതറിയാവുന്നത് കൊണ്ടാണ് നാം ഓർക്കണം, ഈ കഴിഞ്ഞ ലോകസഭയിലേക്കുള്ള ഇലക്ഷൻ അല്ലെങ്കിൽ 2ാം തവണയും ഭരണം കൊടുത്ത ജനത്തിന് അവരെ വേണമെങ്കിൽ അവരുടെ പല MPമാരെയും വിജയിപ്പിച്ച ഒരേ ഒരു MPക്കാണ് വിജയിക്കാൻ പറ്റിയത്. ബാക്കി എല്ലാ MPമാരെയും തോൽപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരവസ്ഥ വന്നത് തന്നെ ജനം മനസ്സിലാക്കുന്നു. മലയാളികൾ ഭദ്രമായി ചിന്തിക്കുന്നവരാണ്. ഒരുപാട് കാലം ആരെയും പറ്റിക്കാൻ ഒക്കുകയില്ല. കുറച്ച് നാളത്തേക്ക് കുറച്ച് പേരെ നമുക്ക് പറ്റിക്കാം, പക്ഷേ എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ ഒക്കില്ല എന്നുള്ള ചൊല്ലാണ് ഇവിടെ മലയാളി അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. അവസാനം ഒരു ചോദ്യം കൂടെ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിണറായി സർക്കാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കുമോ? കേരളത്തിൽ ഉണ്ടാവുമോ? അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു മറുചോദ്യം അങ്ങോട്ട് ചോദിക്കാം. 35 വർഷം CPM ബംഗാളിനെ ഭരിച്ചു. അവസാനം ബംഗാൾ എവിടെ എത്തി? ബംഗാളിൻ്റെ അടുപ്പ് പുകയണമെങ്കിൽ ബംഗാളി പിള്ളേരെ ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് പണിയെടുക്കണം, ഇവിടുത്തെ തൂമ്പാക്ക പണിയണം എന്ന അവസ്ഥയിലേക്ക് ബംഗാളിനെ എത്തിച്ചു. അത് ഈ മലയാളികൾ കാണുന്നില്ലേ? അത് കാണുന്ന മലയാളികൾ ആരെങ്കിലും LDFന് വോട്ട് കൊടുക്കുമോ? അവരുടെ മന്ത്രിമാരുടെ ശൗര്യം കാണണം. ചില മന്ത്രിമാർ ശൗര്യപ്രകടനം നടത്തുന്നത് ഞാൻ ചാനലുകളിലും ഒക്കെ കാണാറുണ്ട്, പ്രസ് മീറ്റിലും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് തോന്നുന്ന അത് അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. മനസ്സിലാകുന്നവരാണെങ്കിൽ ഇതുപോലെ ഇത്ര ശുഷ്കമായ മ്ലേച്ഛമായ രീതിയിൽ ഒരു ഭരണകൂടം പ്രവർത്തിക്കുകയില്ല. അപ്പോൾ ആ ബംഗാൾ ഇവിടെ ആവർത്തിക്കാൻ പോകുന്നു എന്നതിൻ്റെ തെളിവാണ് പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ. കാരണം മെഡിക്കൽ രംഗത്ത് GSDPയുടെ 8% ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന സംസ്ഥാനത്ത് 0.77% ആരോഗ്യ മേഖലയിൽ ചെലവഴിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ബജറ്റിൽ. അതുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യ മേഖല ഇങ്ങനെ കിടക്കുന്നത്. അതായത് 8% 2017 നരേന്ദ്രമോദി കൊണ്ടുവന്ന ആക്ട് അനുസരിച്ച്, നമ്മുടെ ദേശീയ ആരോഗ്യ നയം അനുസരിച്ച് GSDP നമ്മുടെ മൊത്ത ആഭ്യന്തര വരുമാനത്തിൻ്റെ 8% ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കണം. ആ സ്ഥാനത്താണ് 0.77% ഗവൺമെൻറ് മാറ്റിവെച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളും ജനറൽ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും ഒക്കെ നല്ലവണ്ണം ഫങ്ഷൻ ചെയ്യാൻ പറ്റും? അത്ര കെടുകാര്യസ്ഥത. അതായത് ആ ഫണ്ട് മുഴുവൻ ഇതൊക്കെയാണ് CAG പറയുന്നത്. വകമാറ്റുന്നു മെഡിക്കൽ രംഗത്തേക്ക് വെക്കേണ്ടത് പോലും വകമാറ്റി ചെലവ്. അങ്ങനെയാണ് കേരളം ഈ അവസ്ഥയിലേക്ക് എത്തി. സമസ്ത മേഖലയും നമുക്ക് വന്യമൃഗ സംരക്ഷണമൊക്കെ എവിടെ ചെന്നാലും ഇതൊക്കെ തന്നെയാണ്. അപ്പം ഈ ബംഗാൾ ആവർത്തിക്കപ്പെടും കേരളത്തിൽ. അതിൻ്റെ ആദ്യ സൂചനയാണ് പ്രീ ഡിഗ്രി കഴിയുന്ന കുട്ടികൾ തന്നെ കേരളം വിട്ട് ഇന്ത്യക്ക് വെളിയിലേക്ക്, യൂറപ്പിലേക്കോ
മറ്റത് പല രാജ്യങ്ങളിലേക്കും പോകുന്നു അതോ എങ്ങനെയാണ് പോകുന്നത്? 16 ലക്ഷം മുതൽ 40 ലക്ഷം വരെ ബാങ്ക് വായ്പ എടുത്താണ് പോകുന്നത്. ആ ബാങ്ക് വായ്പകൾ കേരളത്തിനകത്ത് പ്രയോജനപ്പെടുത്തിയാൽ നമ്മുടെ എഡ്യൂക്കേഷൻ രംഗം, നമ്മുടെ ആരോഗ്യ രംഗം എത്രമാത്രം ശക്തിപ്പെടുത്താൻ പറ്റും. അതിന് പറ്റാത്ത രീതിയിലാണ് കുട്ടികൾ വായ്പയെടുത്ത് പോകുന്നത്. എന്ത് ചെയ്യാനാണ് പോകുന്നത്? കെയർ ഇക്കോണമിയിൽ പ്രവർത്തിക്കാൻ. എന്താണ് കെയർ ഇക്കോണമി? കെയർ ഇക്കോണമി എന്ന് പറയുന്നത് 60 കഴിഞ്ഞവരെ ശുശ്രൂഷിക്കുന്ന രംഗമാണ് കെയർ ഇക്കോണമി. അപ്പോൾ അവിടെ 60 കഴിഞ്ഞവരെ ശുശ്രൂഷിക്കാനുള്ള നേഴ്സിംഗ് അസിസ്റ്റൻസിൻ്റെ പൊസിഷനിലേക്കാണ് നമ്മുടെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ മിടുക്കരായ കുട്ടികൾ പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ അങ്ങോട്ട് പോകുന്നു, ഡിഗ്രി കഴിഞ്ഞവർ പോകുന്നു, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർ പോകുന്നു. അപ്പോൾ ഈ കേരളത്തിന് വരുന്നത് ബ്രെയിൻ ഡ്രെയിൻ മാത്രമല്ലെന്ന് ഓർക്കണം ശരത്, ഫിനാൻഷ്യൽ ഡ്രെയിൻ കൂടിയാണ്. നമ്മുടെ ബാങ്ക് വായ്പകൾ ഇവിടെ പ്രയോജനപ്പെടുത്തുന്നതിന് പകരം അതൊക്കെ ഈ ഏജൻസികളാണ്, വിദ്യാഭ്യാസ ഏജൻസികളാണ്. ആ രാജ്യങ്ങൾക്കല്ല ഇതിൻ്റെ ഒന്നും പ്രയോജനം കിട്ടുന്നത്. അവിടുത്തെ ഈ പറയപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതിൻ്റെ പുറകിലുള്ള ഏജൻസികളുമാണ് ഈ തട്ടിപ്പെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ജനങ്ങൾ ഇതുകൊണ്ടൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിൽ, നാം വിചാരിക്കുന്ന മലയാളികൾ യുക്തിഭദ്രമായി ചിന്തിക്കുന്നവരാണ്, ലിറ്ററേറ്റാണ് എന്ന് നാം വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഇവിടുത്തെ ജനത കൃത്യമായിട്ട് മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് അവരെ പറ്റി എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അവരുടെ വിധിയാണെന്ന് വിചാരിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ വിധിയെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതുകൊണ്ട് യുക്തിസഹമായി ചിന്തിച്ചു മാത്രം അവരുടെ ഗവൺമെൻറ്റിനെ മേലിൽ തെരഞ്ഞെടുക്കണം എന്നുള്ള കാര്യം നമ്മൾ അരക്കിട്ടുറപ്പിച്ചതുപോലെ അവരുടെ മുൻപിൽ കാര്യകാരണ സഹിതമാണ് സരിത്തെ നമ്മൾ പറഞ്ഞത്. അല്ലാതെ വെറുതെ പറയുകയല്ല ചെയ്തത്, കാര്യകാരണ സഹിതമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ അവരത് സ്വീകരിക്കുകയോ തള്ളുകയോ കൊള്ളുകയോ ചെയ്യട്ടെ എന്ന് മാത്രം നമുക്ക് സമാധാനിക്കാം. ഓക്കെ, താങ്ക് യു മാഡം.